നമ്മൾ സാധാരണ ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലഡു ഇരിക്കുന്നത് കാണാമല്ലേ. അതിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടം കേരള ലഡു തന്നെയായിരിക്കും അല്ലേ. അതിന് മറ്റുള്ള ലഡുവിനെ അപേക്ഷിച്ച് കുറച്ച് മധുരം കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാവുന്നത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ നാടൻ ലഡു ആട്ടോ. അത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ ടിപ്സായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. മാവ് കലക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ പാത്രം വെച്ച് കൊടുക്കുക. 1.5 കപ്പ് കടലപ്പൊടി. ഇതിൽ ഞാൻ എടുത്തേക്കണ 1 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ml ആട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു അരിപ്പ പാത്രത്തിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പൊടിക്കകത്ത് കട്ടയുണ്ടാവും. അപ്പോൾ ആ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കലക്കിയെടുക്കാനായിട്ട്. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം മാവ് ഭയങ്കര ലൂസായി പോകും കേട്ടോ. ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 125 ml ഒരു കപ്പ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം വേണം. ബൂന്തി ഉണ്ടാക്കുമ്പോൾ മാവ് ഒട്ടും ലൂസാകാൻ പാടില്ല, അതുപോലെ ഒത്തിരി കട്ടയാകാനും പാടില്ല കേട്ടോ. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ടേക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് പരന്നു പോകും. അതുപോലെ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു നീളത്തിൽ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കത്തില്ല വരുന്നത്. ചിലപ്പോൾ ഈ അളവായിരിക്കത്തില്ലായിരിക്കും നിങ്ങൾ കലക്കുമ്പോൾ വരുന്നത്. എന്നാ വെച്ചാൽ ഈ ഓരോ പൊടിയുടെ ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. എന്നാലും ഞാൻ പറയാം എത്ര ഞാൻ ചേർത്തു എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. 60 ml ഒരു കപ്പാണ്. അപ്പോൾ നമുക്കിത് വേണ്ടത് ഒരു ദോശമാവിൻ്റെ ഒരു പരുവമാണ് കേട്ടോ. മാവ് നമ്മളിങ്ങനെ എടുത്തിട്ട് പൊക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ, ആ വീഴുന്നൊരു ഇത് പരുവം കണ്ടത്. ഇപ്പം ഇങ്ങനെ നീണ്ടായത് വീഴുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടില്ല. ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി നോക്കിയിട്ട് ടെൻഷനൊന്നും ആവുമൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്തേച്ചാൽ മതി. മാവ് നല്ല കറക്റ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചേക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 കപ്പ് വെള്ളവും പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദോശമാവിൻ്റെ കറക്റ്റ് പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചോറൊക്കെ കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന തവി ഉണ്ടല്ലോ, ഇതുപോലെ ഹോളുള്ളത്, അത് വേണം. പിന്നെ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തവിയും വേണം കേട്ടോ. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഹീറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇനിയിപ്പം ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കണം. അതിനകത്തേക്ക് ബൂന്തി ഇട്ട് കഴിഞ്ഞാൽ അധിക സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇട്ട് ഒരു 2 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. എന്ന് വെച്ചാൽ അത് ക്രിസ്പി ആകണ്ട. ഇത് ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ പഞ്ചസാര പനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പഞ്ചസാര കയറത്തില്ല. അതിൽ നല്ലതായിട്ട് പഞ്ചസാര കുടിക്കണമല്ലോ. കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ബൂന്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതുപോലെ ഹോളുള്ള തവി ഇതുപോലെ പിടിച്ചിരിക്കുവാണ്. എന്നിട്ട് നമ്മുടെ മാവ് ഞാനൊരു തവിയിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്ന അനുസരിച്ചിട്ട് ഈ തവി ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ വീണിട്ട് കട്ടയായി പോകും. അപ്പോൾ നമുക്കിനി തുടങ്ങാം. അവിടെ ഒഴിക്കണേണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറച്ചൊഴിക്കണ്ട കേട്ടോ. അത് മതി കേട്ടോ. കുറച്ച് നിറച്ചൊഴിച്ചിട്ട് നമുക്ക് ഉപ്പ് എടുക്കാം. ഇത്രയും മതി. ഒരു 2 സെക്കൻഡ് നേരമൊക്കെ നമ്മൾ ഇട്ടേച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇത് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര പിടിക്കത്തില്ല.
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ആ എണ്ണയുടെ ചൂട് ഒരു ബാലൻസിലായിരിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഈ മാവെല്ലാം കൂടെ അടിയിൽ പോയിരിക്കും. അത് കണക്ക് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഈ തവി ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ബോളായിട്ട് വീഴത്തില്ല കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ആക്കുമ്പോഴും ഒന്ന് ജസ്റ്റ് കഴുകി തുടയ്ക്കട്ടെ. തുടയ്ക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിളച്ച എണ്ണയില്ലേ, അപ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും കേട്ടോ. ഈ ബൂന്തി എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണിത്. ഈ സോഫ്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ ഇത് നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇത് പഞ്ചസാര കുടിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് വരുന്നത് മഴയുടെ ആട്ടോ. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര. നമ്മൾ 1.5 കപ്പ് കടലപ്പൊടിയല്ലേ എടുത്തേക്കണത്, അപ്പോൾ അത്രയും തന്നെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. ഇത് ജസ്റ്റ് ഒന്ന് അലിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അത് ഒറ്റനൂൽ പരുവോ അങ്ങനെയൊന്നും ആകുമൊന്നും വേണ്ട. ഇത് പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ മറന്നു. നേരത്തെ നമ്മൾ മാവ് ചേർത്തപ്പോഴും അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു. മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലഡുവിൻ്റെ അകത്ത് ഫുഡ് കളർ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. അതാണ് അതിന് അത്രയും നല്ല കളർ വരുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താണ്. അത് ചേർക്കാം അതിൻ്റെ അകത്തേക്ക്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ ചേർക്കാം കേട്ടോ. നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. ഇതില്ലെന്നുണ്ടെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര നല്ല പോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് എല്ലാം കൂടി ഇടരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന വെള്ളം കറക്റ്റാണോ എന്ന് നോക്കി വേണം ഇടാനായിട്ട്. ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പ് നല്ല പോലെ ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഷുഗർ സിറപ്പ് കയറത്തുള്ളേ. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ലഡുവിന് ഒരു നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനി 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഈ പാനിയിൽ കിടന്നിട്ടൊന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ബൂന്തിയിലേക്ക് പഞ്ചസാര പെട്ടെന്ന് തന്നെ പിടിക്കും. ഇത് മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് ആറണം. ആ ചൂട് ആറുന്നതനുസരിച്ചിട്ട് ഈ പഞ്ചസാര ഈ ബൂന്തിയിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ചൂടാറരുത്, ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമുക്കിതിന് ബോളാക്കാനായിട്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ചിരിക്കുന്ന സിറപ്പെല്ലാം ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൽക്കണ്ടം ചേർക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം കൽക്കണ്ടം ചേർത്താൽ മതി. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമില്ല. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ മേടിക്കുന്ന ലഡുവിൻ്റെ അകത്ത് ഇതുപോലെ കൽക്കണ്ടം കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി കൽക്കണ്ടം ചേർത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. കൽക്കണ്ടം ചേർക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇടാനായിട്ട്. ആ ചൂടോട് കൂടി ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ കൽക്കണ്ടം പെട്ടെന്ന് തന്നെ അങ്ങ് അലിഞ്ഞു പോകും. ഞാനിവിടെ കുറച്ച് മുന്തിരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല മുറുക്ക പിടിക്കണം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും. എന്താ ഈ ഒരു പരുവത്തിന് കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഞാൻ അത്രയും മാവ് വെച്ചിട്ട് എനിക്ക് 13 ബൂന്തി ലഡുവാണ് കിട്ടിയേക്കുന്നത്. നല്ല പെർഫെക്റ്റാണ്. നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ബൂന്തി ലഡുവിൻ്റെ ആ ബൂന്തിയൊക്കെ നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞ് നിൽപ്പുണ്ട്. കറുത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ചുമന്ന മുന്തിരി വെച്ചേക്കുന്നതുകൊണ്ട് അതിൽ വെച്ചേക്കുന്നത് അത്ര അറിയുന്നില്ല.
അപ്പോൾ ലഡു ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടില്ലേ, നല്ല എളുപ്പമല്ലേ. അപ്പോൾ അതിൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയായിരുന്നു. അപ്പോൾ അതിലൊരു കാര്യം ചെയ്തത് അതിൻ്റെ ഞാൻ റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മൾ ആ ബൂന്തി എല്ലാം കൂടെ ഉരുട്ടി നമ്മൾ ലഡുവിൻ്റെ ഷേപ്പാക്കി വെച്ചല്ലോ. വെച്ചതിന് ശേഷം വീണ്ടും അതിനെ ഒന്നും കൂടെ ഒന്ന് ഉരുട്ടുക. ഒന്നും കൂടെ ഉരുട്ടുമ്പോഴത്തേക്കാണ് ആ ലഡുവിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലഡുവിൻ്റെ സെയിം ടെക്സ്ചർ വരുന്നത് കേട്ടോ. പിന്നെ അത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിച്ചേച്ചാൽ മതി കേട്ടോ. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ പുറമേയുള്ള ആ സിറപ്പിൻ്റെ ആ ഒരു അംശമൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും അതിനകത്തേക്ക് അബ്സോർബ് ആവും. അപ്പോൾ ഒരു നല്ല എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഇരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഉടനെ എടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.